വീണ്ടും വീണ്ടും ലൈംഗിക പീഡന പരാതികൾ വന്നു തുടങ്ങിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും യുവ നേതാക്കളും ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നതോടെ രാഹുലിന് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് കാര്യമായ രീതിയിലുള്ള പ്രതിരോധങ്ങളൊന്നും ലഭിക്കാതായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നേരത്തെ തന്നെ രാഹുലിനെ കൈയൊഴിഞ്ഞിരുന്നു. അപ്പോഴും പാർട്ടിയിലെ ചില കോണുകളിൽ നിന്നെങ്കിലും രാഹുലിനെ പ്രതിരോധിക്കുന്ന സമീപനം ഉണ്ടായിരുന്നുവെങ്കിലും ചൊവ്വാഴ്ച പുതിയൊരു പീഡന പരാതി കൂടി വന്നതോടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പോലും രാഹുലിനെ കൈവിടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇതോടെ പാർട്ടിയിൽ തീർത്തും ഒറ്റപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിന് പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആദ്യത്തെ ആരോപണം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് എടുത്ത നടപടി മാതൃകാപരമായിരുന്നു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നീക്കുകയാണ് ആദ്യമേ കോൺഗ്രസ് ചെയ്തത്. എന്നാൽ അന്നൊക്കെ രാഹുലിനെതിരെ അതിജീവിത പരാതി നൽകിയിട്ടില്ല എന്ന സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങി മറ്റു ശിക്ഷാ നടപടികളിലേക്ക് കടന്നില്ല. ഇതിനിടയിലാണ് കഴിഞ്ഞയാഴ്ച അതിജീവിത മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത്. ഇതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോയി. 7 ദിവസമായി ഒളിവിലുള്ള രാഹുലിനായി കേരളത്തിനകത്തും പുറത്തും വലവീശിയിട്ടും പോലീസിന് കണ്ടെത്താനായില്ല. കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ തെരച്ചിൽ നടത്തിയിട്ടും രാഹുൽ കാണാമറയത്ത് തുടരുകയാണ്. ഇതിനിടയിലാണ് ഇന്നലെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തുവെന്ന മറ്റൊരു പെൺകുട്ടിയുടെ പരാതിയും വരുന്നത്. പാർട്ടി നേതൃത്വത്തിന് ലഭിച്ച ആ പരാതി ഉടനടി കോൺഗ്രസ് പോലീസിന് കൈമാറുകയും ചെയ്തു. ഇതോടെയാണ് കൂടുതൽ നേതാക്കൾ മാങ്കൂട്ടത്തിലിനെതിരെ രംഗത്ത് വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യതയില്ല എന്ന സൂചനയാണ് മുതിർന്ന നേതാവ് K മുരളീധരൻ നൽകിയത്. തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള മാർഗമായാണ് കോൺഗ്രസ് പാർട്ടി സസ്പെൻഷൻ നടപടിയെ കാണുന്നത്. എന്നാൽ ഈ ഘട്ടത്തിലും പുതിയ പരാതികൾ വരുന്നത് രാഹുലിന്റെ കാര്യത്തിൽ അത്തരമൊരു സാധ്യത ഇല്ലാതാക്കും. ഇപ്പോൾ സസ്പെൻഷനിലുള്ള രാഹുലിനെതിരെ വേണ്ടി വന്നാൽ ഇനിയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് K മുരളീധരൻ പറഞ്ഞത്. അതോടൊപ്പം മുരളീധരൻ നടത്തിയ മറ്റൊരു പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്നാണ് മുരളീധരൻ പറഞ്ഞത്. പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിച്ചാൽ പാർട്ടിക്ക് അയാളുമായി ബന്ധമില്ല എന്ന പ്രസ്താവനയെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വഴിതെളിക്കുമെന്ന ഊഹാപോഹങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ രാഹുൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്തും തുടരാൻ അയാൾ യോഗ്യനല്ല എന്ന കടുത്ത നിലപാട് K മുരളീധരൻ സ്വീകരിച്ചിട്ടുണ്ട്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന പഴഞ്ചൊല്ലാണ് K മുരളീധരൻ ഇതിനായി ഉപയോഗിച്ചത്. കോൺഗ്രസ് ഹൈക്കമാൻഡും മാങ്കൂട്ടത്തിലിനെ കൈവിട്ട അവസ്ഥയാണ്. മാങ്കൂട്ടത്തിലിന് പാർട്ടി സംരക്ഷണം ഒരുക്കില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. രാഹുലിനെതിരെ എന്ത് നടപടിയെടുക്കണമെന്നത് സംബന്ധിച്ച ഹൈക്കമാൻഡ് തീരുമാനം ഉടൻ ഉണ്ടായേക്കും. MLAക്കെതിരെ എന്ത് നിലപാടെടുക്കണമെന്നത് സംബന്ധിച്ച് KPCC നേതൃത്വം ശുപാർശ നൽകും. എന്ത് തീരുമാനമെടുക്കാനും KPCCക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയിൽ നിന്ന് ഹൈക്കമാൻഡ് വിവരങ്ങൾ ആരാഞ്ഞിട്ടുമുണ്ട്. പരാതികൾ ഗുരുതര സ്വഭാവമുള്ളതാണ് എന്ന് ദീപാദാസ് മുൻഷി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. രാഹുലിനെതിരെ നടപടിയെടുക്കുന്നതിനെ കുറിച്ച് സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും ആശയവിനിമയം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. K മുരളീധരന് പിന്നാലെ രാഹുൽ ഇനി പാർട്ടിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളും നിലപാടെടുത്തു. നേരത്തെ രാഹുലിനെ പ്രതിരോധിക്കുന്ന തരത്തിലായിരുന്നു ആദ്യം തിരുവഞ്ചൂരിന്റെ നിലപാട്. എന്നാൽ പുതിയ പരാതി കൂടി വന്നതോടെ മറ്റു മാർഗങ്ങളില്ലാതെ തിരുവഞ്ചൂരിനും നിലപാട് മാറ്റേണ്ടി വന്നു. ഒപ്പം മാങ്കൂട്ടത്തിലിനെ പരസ്യമായി വിമർശിച്ച് കോൺഗ്രസിലെ വനിതാ നേതാക്കളും രംഗത്തെത്തിയത് പാർട്ടിയെയും ഒപ്പം രാഹുലിനെയും വിഷമസന്ധിയിലാക്കിയിട്ടുണ്ട്. MLA സ്ഥാനം പോലും രാജിവെപ്പിച്ച് ഒരു നിമിഷം പോലും പാർട്ടിയിൽ തുടരാൻ അനുവദിക്കരുത് എന്ന് വനിതാ നേതാക്കളിൽ പലരും പരസ്യമായി ആവശ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ എന്നിവരടക്കമുള്ളവരും ജെബി മേത്തർ MP ഇതേ നിലപാടുകാരാണ്. ഒരു സമയത്തും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് എടുത്തിട്ടില്ല എന്നും അങ്ങനെ ചെയ്യില്ല എന്നുമാണ് ജെബി മേത്തർ വ്യക്തമാക്കിയത്. രാഹുലിനെ കൈവിടുന്നു എന്ന തരത്തിൽ ഷാഫി പറമ്പിലും പ്രതികരണം നടത്തിയതോടെ രാഹുലിനെതിരെ ഇനി എന്ത് നടപടിയെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഷാനിമോൾ ഉസ്മാൻ, ദീപ്തി മേരി വർഗീസ്, സജന B സാജൻ തുടങ്ങിയ വനിതാ നേതാക്കളെല്ലാം രാജി എന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ചിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിലും രംഗത്തെത്തിയത് യുവ നേതാക്കൾക്കിടയിലും രാഹുലിനെതിരെ വളരുന്ന പ്രതിഷേധ സ്വരമാണ് സൂചിപ്പിക്കുന്നത്.
ജനങ്ങളെ അതിവൈകാരികത കാണിച്ച് രാഹുൽ വഞ്ചിച്ചുവെന്നും MLA ചെയ്തിരിക്കുന്നത് കടുത്ത വഞ്ചനയാണ് എന്നുമാണ് ദുൽകിഫിൽ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. പാർട്ടി എടുത്ത സസ്പെൻഷൻ നടപടിക്ക് പുല്ലുവില പോലും നൽകാതെ പുച്ഛിച്ച് മുന്നോട്ടു പോയത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നാണ് ദുൽകിഫിൽ പറയുന്നത്. പ്രസ്ഥാനത്തിന് പ്രയാസമുണ്ടാക്കാതെ എല്ലാ സ്ഥാനങ്ങളും രാഹുൽ ഉപേക്ഷിക്കണമെന്നാണ് ദുൽകിഫിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവായ സജന ബി സജനും നേരത്തെ രാഹുലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിനെതിരെ സജന ഭീകരമായ സൈബർ ആക്രമണത്തിനും ഇരയായി. 7 ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ട് എന്ന് ഇപ്പോഴും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. രാഹുലിനെ തേടി ഇന്നലെയും ഇന്നുമായി പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവിന്റെ സത്യമംഗലം വനമേഖലയിലുള്ള റിസോർട്ടിൽ രാഹുൽ എത്തിയെന്ന വിവരത്തെ തുടർന്ന് അവിടെയും പോലീസ് സംഘം പരിശോധിച്ചുവെങ്കിലും അതിന് ഫലമുണ്ടായില്ല. പിന്നീടാണ് ബംഗളൂരുവിന് സമീപം ഉണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. അതിനിടെ രാഹുൽ യാത്ര ചെയ്തുവെന്ന് കരുതുന്ന ചുവന്ന പോളോ കാർ കണ്ടെത്തിയെങ്കിലും അത് ഓടിച്ച ആളെ കണ്ടെത്താനായിട്ടില്ല. ഈ കാറിന്റെ ഉടമയായ നടിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടിയിരുന്നു. ഫോൺ വഴിയുള്ള വിവരശേഖരണത്തിൽ രാഹുലുമായി സൗഹൃദമുണ്ട് എന്നാണ് നടി പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. രാഹുലിന് കാർ കൊടുത്തത് ഏത് സാഹചര്യത്തിലാണ് എന്ന് പോലീസ് നടിയോട് ചോദിച്ചറിഞ്ഞിട്ടുമുണ്ട്. പാലക്കാട്ട് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് ഈ സിനിമാ നടിയുടെ ചുവന്ന പോളോ കാറിലാണ് എന്ന് നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലുണ്ടായിരുന്ന കാറിൽ രക്ഷപ്പെടുന്നതിന് മാങ്കൂട്ടത്തിലിന് ഈ നേതാവിന്റെ സഹായം ലഭിച്ചോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ പീഡന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയും വാദം തുടരും. ഇതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി ഉണ്ടാകുക. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പ്രതിഭാഗം വാദിച്ചുവെങ്കിലും ഇക്കാര്യത്തിൽ കോടതി തീർപ്പ് പറഞ്ഞില്ല. 1.5 മണിക്കൂറിലേറെ നേരമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതിയിൽ വാദം നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച തെളിവുകൾ കോടതി പരിശോധിച്ചു. ഇതിനുശേഷം കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാൻ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ചു. ഇത് കോടതി അനുവദിച്ചു. രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാനാണ് യുവതി പരാതി നൽകിയത് എന്നായിരുന്നു രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം. കേസിന് പിന്നിൽ CPM BJP ഗൂഢാലോചനയാണ്. ഉഭയസമ്മതപ്രകാരമാണ് യുവതിയുമായി ബന്ധമുണ്ടായിരുന്നത് എന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഇക്കാലത്ത് യുവതി വിവാഹിതയായിരുന്നു. ഗർഭം ധരിച്ചത് ഭർത്താവിൽ നിന്നാണ് എന്നും രാഹുൽ കോടതിയിൽ നിലപാട് സ്വീകരിച്ചു. പെൻഡ്രൈവുകളും വീഡിയോകളും അടക്കമുള്ള തെളിവുകളും കോടതിയിൽ ഹാജരാക്കി. ശാസ്തമംഗലം അജിത് കുമാറാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനു വേണ്ടി കോടതിയിൽ ഹാജരായത്. എന്നാൽ കടുത്ത കുറ്റകൃത്യം നടന്നുവെന്നും ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് പ്രോസിക്യൂഷൻ നിലപാടെടുത്തത്. തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത്. ബലാത്സംഗം നടന്നു എന്നതിന് ശക്തമായ തെളിവുകളുണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. പ്രോസിക്യൂഷൻ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർക്കുകയും ചെയ്തു. ബലാത്സംഗം നടന്നതിനും ഗർഭചിത്രം നടത്തി എന്നതിനും തെളിവുകൾ ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഈ കേസ് ഏറെ നിർണായകമാണ്. കോടതിയിൽ നിന്ന് നടപടിയുണ്ടായാൽ പാർട്ടിയിൽ നിന്ന് പുറത്താകും. MLA സ്ഥാനവും ഒരുപക്ഷെ നഷ്ടമാകും.